പ്രശാന്ത്. രക്ഷാദൗത്യം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജോയിയെ കണ്ടെത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഈ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ, ഈ റോബോട്ടിനകത്തിറക്കി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് ജോയിയുടെ ഒരാൾ കിടക്കുന്നതായില്ല, ഒരാളുടെ കാൽഭാഗം പോലുള്ള ദൃശ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സ്കൂബ ടീം ഇപ്പോൾ ഈ അമേഞ്ചൻ തോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവർ ഈ അകത്തേക്ക് കയറുന്ന ഭാഗത്ത് കൂടുതൽ പേർ കയറാനുള്ള സജ്ജീകരണങ്ങളുമായി വടങ്ങളായി തയ്യാറായി അകത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. മാത്രമല്ല NDRF സംഘം ഒരാളെ രക്ഷിച്ചെടുക്കാനാണെങ്കിൽ പുറത്തേക്ക് വന്നാൽ സ്ട്രെച്ചർ പോലുള്ള സംവിധാനങ്ങളും പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഏത് സമയവും കേരളം കാത്തിരുന്ന ആ രക്ഷാദൗത്യം പൂർണ്ണതയിലേക്ക് എത്താനുള്ള മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. ആ നടപടികളിലേക്കാണ് ഇപ്പോൾ രക്ഷാദൗത്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം ഇപ്പോൾ അകത്തേക്ക് കയറുക തന്നെയാണ്. കാരണം പുറത്തുനിന്ന് ഇവിടുന്നുള്ള നിരീക്ഷണത്തിൽ, ക്യാമറ അകത്തേക്ക് കയറിയുള്ള നിരീക്ഷണത്തിൽ, റോബോട്ടിൻ്റെ ക്യാമറ കയറിയുള്ള നിരീക്ഷണത്തിലാണ് ഒരാളുടെ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ കാൽപാദം ഉള്ള ഭാഗം കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ രക്ഷാ ടീമുകൾ ഇവിടെ ഇപ്പോൾ ഈ അമേഞ്ചൻ തോട്ടിലേക്ക് ഇറങ്ങി അകത്തേക്ക് വടമെല്ലാം കെട്ടി അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് എല്ലാം ധരിച്ച രക്ഷാസംഘം ഇപ്പോൾ അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നത് തന്നെയാണ്. റോവറാണ്, അതായത് നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ച കാര്യമാണ്. ഇന്നലെ റോബോട്ടാണ് അകത്ത് പോയി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ഇന്ന് രാവിലെ റോവർ ഇറക്കി. റോവറാണ് ഇന്ന് രാവിലെ 15 മീറ്റർ അകത്തേക്ക് പോയത്. ഈ റോവറിൻ്റെ ക്യാമറയിൽ ദൃശ്യങ്ങളിലാണ് ഇത്തരത്തിൽ ഒരാൾ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായുള്ള സൂചനയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ ദൃശ്യം വളരെ നിർണായകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്ഷാസംഘം അകത്തേക്ക് കയറാൻ പോകുന്നത്. ഏറ്റവും നിർണായകമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം ഇത്രയും നേരം എവിടെയാണ് ജോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. അപ്പോഴും ഇവിടെ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെ നീളുന്ന ഭാഗത്ത് 1, 2, 3 പ്ലാറ്റ്ഫോമുകൾക്ക് ഇടയിലുള്ളൊരു ഭാഗത്ത് തന്നെ ജോയി ഉണ്ടാകും എന്ന ഉറച്ച വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലാണ് സർക്കാർ റിപ്പോർട്ടുകളും തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് പലവട്ടം സ്കൂബ ടീം അകത്തേക്ക് പോയി മാലിന്യങ്ങൾ കൂടുതലായി നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത്തരത്തിൽ റോവറിന് കുറെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ മാലിന്യം ഈ റോവറിൽ കുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഈ റോവറിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പുറത്ത് മോണിറ്ററിൽ നിന്ന് വിലയിരുത്തിയാണ് ഒരാൾ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായുള്ള സൂചനയുള്ള ഒരാളുടെ കാൽപാദം പോലുള്ള ഭാഗം ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. അതായത് ജോയി അവിടെ തന്നെ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേഗത്തിൽ കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ കണ്ടത് രക്ഷാപ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാകുന്നതായിരുന്നു. കാരണം രക്ഷാ ടീമിനാക്കി അകത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം ദുഷ്കരമായ സാഹചര്യം. പക്ഷേ ഇങ്ങനൊരു സൂചന, ഇങ്ങനൊരു വ്യക്തതയുള്ള ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ സ്കൂബ ടീം അകത്തേക്ക് പോകുന്നത്. ഫയർഫോഴ്സിൻ്റെ രക്ഷാ ടീം ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. ഇവിടെ നിന്ന് അകത്തേക്ക് പോകുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വടമെല്ലാം തയ്യാറാക്കി അകത്തേക്ക് അവർ എവിടെയാണോ ഈ ക്യാമറയിൽ എവിടെയാണോ സൂചനയുള്ള ഈ ആൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സൂചനയുള്ള ദൃശ്യമുള്ളത് ആ ഭാഗത്തേക്ക് തന്നെ നീങ്ങി നേരിട്ട് അകത്തേക്ക് രക്ഷാപ്രവർത്തകൻ പോയി തന്നെ ഇത് കണ്ടെത്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ജോയി ആണെങ്കിൽ ജോയി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യം നീങ്ങുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 24 മണിക്കൂർ ഒരു മനുഷ്യൻ മലിനജലത്തിനിടയിൽ, മാലിന്യത്തിനിടയിൽ കുടുങ്ങിക്കിടന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവനോടെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുമോ, അത് ജോയി തന്നെയാണോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേരളം കാത്തിരിക്കുകയാണ്. ഏതായാലും രക്ഷാദൗത്യം ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ, മിനിറ്റുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ കണ്ടതുപോലില്ല, ഒട്ടേറെ NDRFിൻ്റെയും കേരള ഫയർഫോഴ്സിൻ്റെയും രക്ഷാ ടീമുകൾ അകത്തേക്ക് ഇറങ്ങി അവർ അകത്തേക്ക് പോകാനുള്ള അകത്തേക്ക് കടക്കുകയാണ്. ഓക്സിജൻ മാസ്ക് എല്ലാം ധരിച്ച 2-ലധികം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് പോകാനൊരുങ്ങുന്നു. അവരുടെ സുരക്ഷ ഒരുക്കാനായി പുറത്തുനിന്ന് വടം കെട്ടി അവരുടെ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ക്യാമറയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. റോബോട്ടിൻ്റെ ക്യാമറയിലെ ദൃശ്യങ്ങളുടെ തന്നെയാണ് ഇപ്പോൾ ജോയിയെ കണ്ടെത്തുന്നതിന് ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാകുന്നത്. അകത്തേക്ക് പോയി ജോയിയെ ജീവനോടെ രക്ഷിച്ചു കൊണ്ടുവരിക എന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഏവരും കാത്തിരിക്കുന്നത്.